freedom should not be something you have to deserve. It's something you just naturally have, something that no one take away from you. Let's celebrate freedom. Happy Independence Day. Good morning, everyone. We celebrate this day each year to remember the sacrifice of our freedom fighters in rescuing our motherland from British Raj. Also, we celebrate this day to showcase the importance of freedom and how much it costs. Let's invite Arshad Sabha for prayer. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങൈ മാത്രം. സകലം സഹായമതീപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്ഥൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടതൻ വഴിയിലുമല്ല. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Pledge. India is my country. All Indians are my brothers and sisters. I love my country. I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. Their well-being of prosperity alone lies my happiness. Jai Hind. വെൽക്കം ടു ഓൾ. ആസാദി മുബാറക്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികമാണ്. 74 സ്വാതന്ത്ര്യദിനം നാം ആഘോഷിച്ചു കഴിഞ്ഞു. ചരിത്രത്തിൽ പുനരാവർത്തന പ്രക്രിയയ്ക്ക് ഒരിക്കലും അന്ത്യമുണ്ടായിട്ടില്ല എന്നതിൻ്റെ നിരവധി സാക്ഷ്യങ്ങളുണ്ട്. ആഗോള മാനവ സമൂഹത്തിൽ ഇപ്പോൾ ദൃശ്യമായി കാണുന്ന സാമൂഹിക പരിവർത്തനം തന്നെ അതിനുദാഹരണം. കാലം ചെയ്ത സംസ്കാരങ്ങളും നാഗരികതകളും ഭാഷയും വേഷം പോലും തിരിച്ചു വരാതെ കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞിട്ടും ആദർശാധിഷ്ഠിത പ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാന ഘടകവും മൂലക്കല്ലുമായ കർമ്മ ധർമ്മ ആദർശങ്ങൾക്ക് ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സ്മരണ തന്നെ അതിന് ഉദാഹരണമാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സായുധ സമരത്തിലൂടെയും സഹന സമരത്തിലൂടെയും നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857-ലാണ്. അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രഥമ നാഴികക്കല്ല്. മംഗൽ പാണ്ഡെ എന്ന ബംഗാൾ റെജിമെൻറ്റിലെ സിപ്പാഹിയാണ് ആദ്യമായി ബ്രിട്ടീഷ് സൈനികരാൽ തൂക്കിക്കൊല്ലപ്പെട്ട രക്തസാക്ഷി. 20-ാം മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ രണ്ടാമനെ പുനഃപ്രതിഷ്ഠിക്കാനായി 1857 മെയ് 11-ന് ഇന്ത്യൻ സൈനികർ ചെങ്കോട്ട പിടിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. 1858-ൽ ബ്രിട്ടീഷുകാരുമായുണ്ടായ ഗ്വാളിയോർ യുദ്ധത്തിൽ റാണി ലക്ഷ്മിഭായ് കൊല്ലപ്പെട്ടു. ഹക്കീം അഹ്സദുള്ള, നാനാ സാഹിബ്, മീർസ മുഗൾ ഭഗത് ഖാൻ, റാണി ലക്ഷ്മിഭായ്, ബീഗം ഹസ്രത്ത് മഹൽ തുടങ്ങിയവർ നേതൃത്വം നൽകിയതാണ് 1851-ലെ സ്വാതന്ത്ര്യ സമരം.
1921 മാപ്പിള സമരവും ഇതിൻ്റെ പ്രതിധ്വനിയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപമായിരുന്നു 1921 അതിനെ ബ്രിട്ടീഷുകാരാണ് മാപ്പിളലഹ എന്ന് വിളിച്ചത്. മലബാർ കേന്ദ്രീകരിച്ചാണ് ആ സമരം നടന്നത്. മുഖ്യമായും മലപ്പുറം ജില്ലയാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൂട്ടായി നടത്തിയ സമരമായിരുന്നു അത്. ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ജന്മിമാരെയും ബ്രിട്ടീഷുകാരുടെ സൈനികർക്കെതിരെയും നടന്ന ആ സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കാളികളായിരുന്നു. ഈ സമരത്തെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെടുകയുണ്ടായി. വളരെയേറെ വേദനയൂറുന്ന സ്മരണകൾ ഉണർത്തുന്ന വാഗൻ ട്രാജഡിയും ഇതിൻ്റെ ഭാഗമാണ്. അന്ന് ബ്രിട്ടീഷുകാർ നിരവധി മാപ്പിളമാരെ അന്തമാൻ സെല്ലുലാർ ജയിലിൽ തളച്ചിടുകയുണ്ടായി. അന്തമാനിൽ ഇന്ന് കാണപ്പെടുന്ന മലബാറുകാർ അന്ന് ജയിലിൽ തളച്ചിടപ്പെട്ടവരുടെ സന്താനങ്ങളും ബന്ധുക്കളുമാണ്. 1915 ഇന്ത്യയിലേക്ക് വന്ന മഹാത്മാഗാന്ധിയാണ് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച RSSകാരനായ ഗോഡ്സെയുടെ ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന വൈരുദ്ധ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ നാം നമ്മുടെ ദേശത്തിൻ്റെയും മാനവരാശിയുടെയും ഐക്യം മുറുകെ പിടിക്കുക. അതാണ് മഹാമാരിക്കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത്. വിജയ് വിശ്വ തിരംഗ പ്യാര ജണ്ട ഊഞ്ചാ രഹേ ഹമാര സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമുസ്കെ ബുൽബുലേ ഹൈ യേ ഗുൽസത്താൻ ഹമാര. കോവിഡിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന രാഷ്ട്രത്തെ ദൈവം രക്ഷിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ആസാദി മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Assalamu alaikum warahmatullahi wabarakatuh. As you all know, today 15th August is celebrated as Independence Day. Here I would like to inform you about the Independence Day celebrations. Independence Day will be in the theme of Atmanirbhar Bharat. Minister said that Independence Day will be celebrating by using COVID protocols. All programs should be organized in a technology-used manner. The ceremony will be at Red Fort in Delhi. The ceremony is honored by the armed forces and the Delhi police. The at-home reception would be held at the Rashtrapati Bhavan. Performance of police military bands may be recorded at places of historic importance. Ministry will invite India's Olympic contingent as special guest. India won 7 medal in Tokyo Olympics 2021. Gold medal was won by Neeraj Chopra for javelin throw. Silver medal was won by Remi Kumar for wrestling and Mirabai Chanu for weightlifting. Bronze was won by PV Sindhu for badminton, Lovlina Borgohain for boxing, Indian hockey team for hockey, and Bajrang Punia for wrestling. That's all for today's news headlines. Thank you. Good morning. Today's thought: our flag does not fly because the wind moves it. It flies with the last breath of each soldier who died protecting it. Thank you. जब स्वतंत्रता चली जाता है तब जीवन निस्तेज हो जाती है, उससे कोई उत्साह नहीं रहता. തോമസ് ആലിസൺ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം: അഭിമാനിക്കാൻ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം. ഓർക്കുക, ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ വില നാം വിസ്മരിക്കരുത്. പോരാടുക തീവ്രവാദത്തിനെതിരെ, വർഗീയക്കെതിരെ. ഒന്നിക്കുക വീണ്ടും ത്രിവർണ്ണ പതാക കീഴിൽ. Assalamu alaikum. Ismi Farha Faisal. Thought for the day. لتكن أحلامك أكبر من مهاوفك ولتكن أفعالك أعلى صوت من كلماتك. Meaning, let your dreams be bigger than your fears and your actions be louder than your words. Shukran. My dear students, beloved teachers, and the most respected parents, may God Almighty bestow His boundless mercy on all of us. At this occasion of 74th anniversary of India's independence, warm Independence Day greetings from Integrated Education Council India, IECI. We became free from the British colonial forces after a long struggle that had spanned for more than
100 years. Our forefathers have sacrificed whatever they have for the freedom of this country. Great leaders like Mahatma Gandhi and Jawaharlal Nehru come out of their comforts courageously and spent so many long years in various jail rooms of the country. Many happen to be in gallows for this noble cause. But ultimately, the colonial forces had to succumb, and our India became free on 15th August 1947. Our forefathers were fighting with the mightiest colonial power of the world. But finally, they could succeed because of their commitment and steadfastness. These colonial forces were subjugating ordinary citizens of the country, and they looted the country for 200 years and made India poor. In previous 74 years, we could move forward in many respects after independence. We have improved very much in poverty alleviation and universal literacy. We are very much proud of the human capital that we could export to the developed economies. But at the same time, it's a fact that we have to move a long distance to reach the goal of an independent India that our freedom fighters and national leaders have dreamt of. An India where the mind is without fear and the head is held high, where knowledge is free, and where the world has not been broken up into fragments by narrow domestic walls. Hence, as responsible citizens of the country, our responsibility now is to contribute to the making of a developed India, which will stick to the core ideals cherished by our nation builders. An India, as Rabindranath Tagore has put it, where words come out from the depth of the truth. We are all well aware that the central theme of all educational activities organized by Integrated Education Council India, IECI, is to nurture a generation which will honor the dignity of human being whom God Almighty had honored. Hence, the values of freedom, justice, equality, and fraternity are core to our system of education. Independence Day celebration is an important occasion for all stakeholders of schools and other educational institutions associated with IECI to reaffirm their pledges. Their pledges to build an India where the citizens are free from all kinds of fears. This will be possible only when we are committed to the truth and particular about the concepts of equality and dignity. I hope all of us will use this occasion to renew our commitments to those core values which will make our India a better place. सारे जहां से अच्छा हिंदुस्तान हमारा. Happy Independence Day. Jai Hind. Thank you. Good morning everyone. Today I am going to speak about Independence Day. Every year on 15th August, Independence Day is celebrated as a national holiday in India when people remember the long phase of our nation's independence from British rule. On August 15, 1947, India gained independence
independence after a series of moments in which many freedom fighters sacrificed their lives. After independence on 15th August 1947, Jawaharlal Nehru became the first Indian Prime Minister to raise the national flag at the Red Fort near Delhi's Lahore Gate by unfurling the national flag and singing the national anthem. Students, teachers, parents and other individuals came together to celebrate Independence Day. The Indian Prime Minister in the national capital New Delhi at Red Fort also hosts our national flag. After that, the salute is given by firing 21 guns and a helicopter showers tricolor flowers on the flag. The colors in our flag represent different things. Saffron signifies courage and sacrifice. White signifies peace and truth. Green signifies faith and chivalry. In the center of our flag, there is an Ashoka Chakra that contains 24 evenly distributed spikes. We recall the great sacrifice of Bharat Singh, Rajguru, Gandhiji, etc. and other darling freedom fighters on a special day for their unforgettable contribution to India's independence. Jai Hind. आदरणीय गुरुजन और मेरे प्यारे दोस्तों, आप सभी को नमस्कार। आप सब जानते हैं कि आज की विशेषता। सभी को स्वतंत्रता दिवस की शुभकामनाएं। स्वतंत्रता एक उपहार है। यह हमारे पूर्वज द्वारा की गई बलिदानों, रातों की नींद, क्रूर यातना और संघर्ष का उपहार है। आप जानते हैं कि यह दिन हर साल हमारे देश की वादे याद दिलाने के लिए आता है। यह वास्तव है कि हम विदेशियों से स्वतंत्र मिली है, लेकिन अभी भी बहुत कुछ किया जाना बाकी है। हमें गरीबी, अधिशिक्षित, युवा बेरोजगारी और अधिपिछड़ों से लड़ना होगा। हम अपने देश की हर कोने को शिक्षा का प्रसार करना होगा। साथियों, हमारे कंधे पर बड़ी जिम्मेदारी है। हम अपने देश की प्रगति के लिए दिन रात काम करना होगा। इतना कहकर मेरा छोटा भाषण समाप्त करता हूँ। जय हिंद, जय भारत, धन्यवाद। മാന്യ സദസ്സിന് വന്ദനം. എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ദേശീയ ഉത്സവമായി നമ്മൾ ആഘോഷിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നുള്ള ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷിക ദിനമായി നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ദിവസമാണ്. കാരണം ധീരരായ ഇന്ത്യൻ സ്വതന്ത്ര സേനാനികളുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങൾക്കും ശേഷം ഇന്ത്യൻ സ്വതന്ത്രമാവുന്നു. അന്നു മുതൽ ഓഗസ്റ്റ് 15 ചരിത്രത്തിലും എല്ലാവരുടെയും ഹൃദയത്തിലും വളരെ പ്രധാനപ്പെട്ട ദിവസമായി മാറുന്നു. കൂടാതെ രാജ്യമെമ്പാടും രാജ്യസ്നേഹത്തിൻ്റെ പൂർണ്ണ ചൈതന്യത്തോടെ ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്. तू मेरा कर्मा, तू मेरा धर्मा, तू मेरा अभिमान है। तू मेरा कर्मा, तू मेरा धर्मा, तू मेरा अभिमान है। ए वतन महबूब मेरे, तुझ पे दिल कुर्बान है। ए वतन महबूब मेरे, तुझ पे दिल कुर्बान है। हम जिएंगे और मरेंगे ए वतन तेरे लिए, दिल दिया। Good morning. Word of the day. Assiduous. ASSIDUOUS.
It means that showing great care and perseverance. For example, she was assiduous in pointing out every future. Thank you. Good morning to all. I'm Zahra Navoka. In this Independence Day, I'm going to review the autobiography of the former President of India, Dr. APJ Abdul Kalam, also known as the Missile Man of India. Dr. APJ Abdul Kalam was an Indian aerospace scientist and missile engineer who served as the President of India from 2002 to 2007. He was born in Rameshwaram in Tamil Nadu and studied physics and aerospace engineering. The autobiography of APJ was written by Kalam and Arun Tiwari. Arun Tiwari is a professor and an aerospace scientist. He is also an author of many books. Some of the book was co-authored by Abdul Kalam, and one of them is Wings of Fire. Wings of Fire is one of the best-selling book all over India because it tells us how a Muslim middle-class boy became the President of India. The book consists of Kalam's childhood, effort, hardship, luck, and what led him to lead Indian space research and missile programs. Kalam inherited many qualities from his parents, such as kindness, honesty, and self-discipline. When Kalam was a child, he always dreamed to become a rocket engineer. Even though his parents supported him, family's financial issues put a lot of barriers in his life. But Kalam never gave up. He worked hard to achieve it. The book also tells us how he overcome all his effort and achieved his dream. The book contains many inspirational quotes that can give motivation to the reader. Most of the time, we give up our hope so easily and stop believing in ourselves. By reading this book, the reader may realize that no matter how much time you take, one day you will overcome all the barriers with will, determination and belief, just like Abdul Kalam did. I recommend this book to all the people who thinks they can achieve anything in their life because this book gives strength, inspiration to the reader. Good morning everybody. Today I am saying 5 important facts of Independence Day. Indian national anthem was adopted only in 1950. Indian flag was hoisted in 1906. Lord Mountbatten chose 15th August as Indian Independence Day. Our national song Vande Mataram was part of a novel. The Radcliffe Line was officially published on 17th August 1947. Warm greetings to all teachers and students. I hope this day finds you in the best of spirits. As we celebrate the 75th Independence Day of our country, it's going to be a low-key affair due to the prevailing COVID pandemic. However, our lives must go on. So let's celebrate this day in the virtual platform as last year. India's independence is a subject of hefty conversations and speculations. 15th August 1947 marks the end of British rule, declaring India free and independent. Today, this celebration is possible only due to the sacrifices and the headstrong commitment of our forefathers and freedom fighters to freedom. So let's not forget our roots and history which led to this important day. The hallmark of our identity as Indians is the line that sums up everything: unity in diversity. We live in a land of diverse culture, religion, and language. Dear students, let me ask you one thing. What does freedom mean to you? In the true sense of the term. Does it simply entail you doing what you want to do? Dear students, we must realize that with freedom comes a lot of responsibilities. Freedom without responsibility simply leads to chaos, which ultimately leads to destruction. It therefore becomes extremely crucial to realize our roles and responsibilities as a citizen of our country. Only then we can make a place much more beautiful and live a life of worth living. Dear students, you are the leaders of tomorrow. You may adorn many roles in the society as professionals, businessmen, homemakers, or entrepreneurs. But always remember one thing: never compromise with your work principles
and govern your life as an honest, responsible citizen of our country. It will then be the dawn of your actual freedom. The COVID-19 has gripped severely. Do not venture out of your homes unnecessarily. In this period of health crisis, it is a responsibility to follow the COVID protocols. Take care of your health. Wishing you all a very happy Independence Day. Stay safe, stay healthy. Thank you all. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नाम जागे तब शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय